ഇന്ന് നടന്ന ഷുറ കൗൺസിലിന്റെ 8ാമത് സെഷനിലെ 4ാം വർഷ ഉദ്ഘാടന സമ്മേളനത്തിൽ സൽമാൻ രാജാവിനെ പ്രതിനിധീകരിച്ച് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ആദ്യമായി പ്രഭാഷണം നടത്തി. ഷുറ കൗൺസിൽ ആസ്ഥാനത്ത് കിരീടാവകാശിയെ റിയാദ് ഗവർണറും ഡെപ്യൂട്ടി ഗവർണറും ഷുറ കൗൺസിൽ സ്പീക്കറും ചേർന്നാണ് സ്വീകരിച്ചത്. വാർഷിക സമ്മേളനം ഖുർആൻ പാരായണത്തോടെയാണ് ആരംഭിച്ചത്. കിരീടാവകാശിയുടെ പ്രസംഗത്തിന് മുമ്പായി ഷുറ കൗൺസിൽ സ്പീക്കർ അൽ ഷെയ്ഖ് സംസാരിച്ചു. വിവിധ മേഖലകളിൽ രാജ്യം വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്ന് കിരീടാവകാശി തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അടിവരയിട്ടു. വിഷൻ 2030മായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ അനുസ്യൂതം തുടരുകയാണെന്നും വികസന നവോത്ഥാനവുമായി രാജ്യം മുന്നോട്ടു പോവുകയാണെന്നും കിരീടാവകാശി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. രാജ്യം പുരോഗതിയുടെ പാതയിലാണ്. രാജ്യത്തിനും പൗരന്മാർക്കും കൂടുതൽ വികസനവും സമൃദ്ധിയും ജീവിത നിലവാരവും കൈവരിക്കുന്നതിന് സഹായകമായിട്ടുണ്ടെന്ന് കിരീടാവകാശി പറഞ്ഞു. ഷുറ കൗൺസിൽ ലോകരാജ്യം ഉറ്റുനോക്കുകയാണ്. സൗദിയുടെ നയപ്രഖ്യാപനം ഷുറ കൗൺസിലിൽ ഉണ്ടാവും. സൗദിയുടെ വരാൻ പോകുന്ന നാടുകളുടെ ഒരു നേർചിത്രം നയപ്രഖ്യാപനത്തിലുണ്ടാകും. മാതൃഭൂമി ന്യൂസ്, റിയാദ്.